നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ചില സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ നമ്പർ 30 ഡീൽ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി മൈനോറിറ്റീസ് റൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ഈ ഒരു ടോപ്പിക്കിനകത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ അതിന്റെ വെർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 30 പരാമർശിച്ചുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് വിശദമായിട്ട് മെയിൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് ആർട്ടിക്കിൾ എന്നുള്ളത് പഠിക്കണം. അതിനുശേഷം ആ ഒരു കേസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എക്കണോമിക്സ് അതുപോലെ തന്നെ അതിനകത്ത് ഇന്റേണൽ സെക്യൂരിറ്റി ആസ്പെക്ട് നമുക്ക് പറയാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ് FCRA. FCRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നുള്ളതാണ് FCRയുടെ ഫുൾ ഫോം ആയിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ വിളിക്കുന്ന അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, വിദേശ വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആക്ട് ആണ് ഈ പറഞ്ഞ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലൊക്കെ തന്നെ പഠിക്കാൻ സാധിക്കണം. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ടോപ്പിക്കാണ് ബാന്ധവഗർ ടൈഗർ റിസർവ്. അതായത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ബാന്ധവഗർ ടൈഗർ റിസർവ് മധ്യപ്രദേശിലുള്ളതാണ്. അവിടെയുള്ള ഏകദേശം ഈ പറഞ്ഞ പോലെ 10ഓളം എലിഫൻസുകൾ ഈ പറഞ്ഞ പോലെ ഫുഡ് പോയിസൺ മൂലം ഈ പറഞ്ഞവർക്ക് ആഹാരമായിട്ട് കൊടുത്തതിൽ ചെറിയൊരു ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് കഴിച്ചതിന്റെ ഭാഗമായിട്ട് 2 ദിവസത്തിനിടയിൽ 10ഓളം എലിഫൻസുകളാണ് ഈ ബാന്ധവഗർ ടൈഗർ റിസർവിൽ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ ആ ഒരു ബാന്ധവഗർ ടൈഗർ റിസർവിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇല്ല. ബിക്കോസ് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടും സാധിക്കും. നിങ്ങൾ പത്രം വായിക്കുവാണെങ്കിൽ പോലും അധികം സമയം പത്രത്തിനായിട്ട് ചെലവഴിക്കരുത്. ബിക്കോസ് അത്രയും ആർട്ടിക്കിൾസേ ഉള്ളൂ, കുറച്ച് ആർട്ടിക്കിൾസേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പത്രം വായിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള രീതിയിലുള്ള മറ്റ് സബ്ജക്റ്റുകളൊക്കെ തന്നെ പഠിക്കാനായിട്ട് എക്സ്ട്രാ സമയം കണ്ടെത്താം. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. യൂണിവേഴ്സിറ്റീസ് ആർ ഡിഫറെന്റ് ഫ്രം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഞാൻ പറഞ്ഞു മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ നമ്പർ 30 കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 30 നമുക്ക് മെയിൻലി പഠിക്കാം. അതിനുശേഷം ഈ ഒരു ആർട്ടിക്കിലേക്ക് തിരികെ വരും. So Article 30 of our Indian Constitution states that all minorities, whether based on religion or language, shall have the right to establish and administer education institutions of their choice എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 ആരെ കുറിച്ച് പറയുന്നതാണ്? മൈനോറിറ്റീസ് റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ മൈനോറിറ്റീസ്, ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കണം, ഈ ടേം മൈനോറിറ്റീസ് എന്ന ടേം നോവെയർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ മൈനോറിറ്റീസ് ഉള്ള ടേം ആരെയൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും 2 രീതിയിൽ മൈനോറിറ്റീസ് എന്ന് ഉള്ളൊരു വാക്ക് നമ്മളിവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഒന്ന് റിലീജിയന്റെ പേരിലുള്ള മൈനോറിറ്റീസ്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പേരിലുള്ള മൈനോറിറ്റീസ് എന്ന് പറയാറുണ്ട്. എന്തായാലും ഈ 2 രീതിയിലും മൈനോറിറ്റി ആയിട്ടുള്ള ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് ഉണ്ട്. എന്താണ് റൈറ്റ്? ദേ ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ്, അഡ്മിനിസ്റ്റർ ആൻഡ് മാനേജ് എന്നുള്ളൊരു ടോപ്പിക് കൂടിയുണ്ട്. മാനേജ്, എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 30 നമ്മളോട് പറഞ്ഞു നൽകുന്നത്. അപ്പൊ ഈ 30 പ്രകാരം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർട്ടിക്കിൾ 30 പ്രകാരം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ കേസിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു കേസിന്റെ നാൾവഴികളാണ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. കാരണം അത് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് തുടർന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത അതിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത് 1967 അന്ന് ബേസിക്കലി സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു കേസ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കേസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എസ് അസീസ് ഭാഷ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ലാസ്റ്റ് വെർഡിക്റ്റ് പറഞ്ഞത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഷോർട്ടിൽ AMU എന്ന് എഴുതിയിരിക്കുന്നത്, ദ AMU വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ മുസ്ലിം മൈനോറിറ്റി ബട്ട് ബൈ ആൻ ആക്ട് ഓഫ് എ പാർലമെന്റ് കോൾഡ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് 1920. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ കേസിനകത്ത് സുപ്രീം കോടതി വിധിച്ചു നമ്മുടെ ഈ പറഞ്ഞ പോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് എന്ത് സ്റ്റാറ്റസ് ഇല്ല, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഇല്ല എന്ന് വിധിച്ചു. അത് ഇല്ല എന്ന് വിധിക്കാൻ കാരണം വേറൊന്നുമല്ല, കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം മൈനോറിറ്റി അല്ല എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റ് ഈ പറഞ്ഞ പോലെ ഒരു നിയമപ്രകാരം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920 പ്രകാരമാണ് ഇവിടെ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് എന്ത് സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു? മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ബേസിക്കലി അന്ന് സുപ്രീം കോടതി വിധി എഴുതി. അപ്പോൾ അതിനെ മാറ്റം വരുത്താനായിട്ട്, ആ ഒരു സുപ്രീം കോടതിയുടെ വിധിയെ ഓവർകം ചെയ്യാനായിട്ട് 1981 സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റ് ഇടപെട്ട് ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920 ഉണ്ടല്ലോ, അതിനെ നമ്മൾ അമെൻഡ് ചെയ്തു. അതിനെ അമെൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ
പറഞ്ഞ പോലെ അതിന്റെ സർട്ടൺ പ്രൊവിഷൻസ് ആഡ് ചെയ്തായിരുന്നു. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ക്രിയേറ്റഡ് ബൈ എ മുസ്ലിം കമ്മ്യൂണിറ്റി ടു അഡ്വാൻസ് ദെയർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഗോൾസ്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് ചേർത്തു. അങ്ങനെ ആഡ് ചെയ്ത് ചേർത്ത് വീണ്ടും അതിനൊരു മൈനോറിറ്റി സ്റ്റാറ്റസ് കൊണ്ടുവരാനായിട്ട് പാർലമെന്റ് ശ്രമിച്ചു. അത് പിന്നീട് ഈ പറഞ്ഞ 2006 അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ഉന്നയിക്കപ്പെടുകയും അലഹബാദ് ഹൈക്കോടതി ഈ പറഞ്ഞ പോലെ പറഞ്ഞു, അവിടെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ഈ പറഞ്ഞ പോലെ ആ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഇതിനില്ല, ആ ഒരു എന്താ പറയാ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളത് വീണ്ടും 2006 അലഹാബാദ് ഹൈക്കോടതി വിധി എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസ് പോയിട്ടുണ്ടായിരുന്നത്. ആ പോയ കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ബേസിക്കലി 2019 സുപ്രീം കോടതിയിലേക്ക് അതിന് പോയതും സുപ്രീം കോടതി അന്ന് അതിന് മുമ്പ് പോയതാണ്. ബട്ട് സുപ്രീം കോടതി 2019 ഈ കേസ് വിശദമായിട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 7 അംഗ ബെഞ്ച് ജഡ്ജിലേക്ക് 7 ജഡ്ജിമാരടങ്ങുന്ന, അതായത് ഇപ്പം നമ്മൾ റിട്ടയർ ആയി പോയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചായിരുന്നു. ആ 7 അംഗ ബെഞ്ചിലേക്ക് ഇത് കേസ് പരിഗണിക്കാനായിട്ട് കൊടുക്കുകയും ആ കേസിന്റെ വിധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ റിട്ടയർ ആയ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് മീൻസ് വൺ ഓഫ് ദ ലാസ്റ്റ് വെർഡിക്ട് കേസുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ കേസുകളായിരുന്നു ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ 7 ജഡ്ജിമാരുടെ കേസ്, ജഡ്ജിമാരുടെ പാനലിൽ ഏകദേശം ഇതിന്റെ വിധി വന്നത് 4:3 എന്നുള്ള അനുപാതത്തിലാണ് വിധി വന്നത്. അതായത് 4 പേര് എന്നോട് അനുകൂലിക്കുകയും 3 പേര് എതിർക്കുകയും എന്നുള്ള നിലയിലേക്കാണ് അതിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഈ ജഡ്ജ്മെന്റ്, അതായത് ഈ 7 അംഗ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടെന്നോ വിധിച്ചില്ല, ഇല്ലെന്നും വിധിച്ചില്ല. പകരം കേസിന്റെ പരമായിട്ട് അവർ വിധിച്ചത് ഇത്രേ ഉള്ളൂ: ഇനി മുതൽ നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം മൈനോറിറ്റി മീൻസ് മുസ്ലിം മൈനോറിറ്റി എന്ന് മാത്രമല്ല ഒരു മൈനോറിറ്റി റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ള വിധി പറയാനായിട്ട് ഒരു എന്താ പറയുക ഒരു ഗൈഡ് ലൈൻസ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അവതരിപ്പിച്ചു. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ റൂൾസ് പ്രകാരം പരിശോധിക്കുമ്പോൾ തെളിയുകയാണ് ഇത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുത്തു ഇല്ല അങ്ങനത്തെ ഒരു വിധി അല്ല വന്നിരിക്കുന്നത്. പകരം നമ്മുടെ നാട്ടിലൊരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ അത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ബേസിക്കലി ഈ വിധിയോടുകൂടി സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് അതിന്റെ ചർച്ചകൾ നടക്കുകയും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇന്ന് വാർത്തയിൽ ഉടനീളം ആ ഒരു എഡിറ്റോറിയൽ പേജിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും എഡിറ്റോറിയൽ വായിക്കുമ്പോൾ പഠിക്കേണ്ടതുള്ളത്. എക്സാം റിലേറ്റഡ് ആയിട്ട് വേണം എപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഡൈവേർട്ടഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾ 30 എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ. മൈനോറിറ്റീസ് എന്ന് പറയുന്ന ടേം ആശ്രയിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പകരം ആർട്ടിക്കിൾ 30 രണ്ട് രീതിയിലുള്ള മൈനോറിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള മൈനോറിറ്റി ആകാം, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പേരിലുള്ള മൈനോറിറ്റി വിച്ച് ഇസ് കോൾഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഈ രണ്ട് കാറ്റഗറി ഉള്ള ആളുകൾക്കും അവരുടെ ഈ പറഞ്ഞ പോലെ ചോയ്സ് പ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ മാനേജ് ചെയ്യാനായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ഏത് ആർട്ടിക്കിളിലൂടെ കൊടുക്കുന്നുണ്ട്? ആർട്ടിക്കിൾ 30 പ്രകാരം കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഇപ്പം ഒരുപാട് 14, 15, 16 അങ്ങനെ ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇന്ത്യൻസിനും അവൈലബിൾ ആണ്, കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ ആർക്കും അവൈലബിൾ ആണ്, ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻസിന് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസിൽ പെടുന്ന ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 30. ഇപ്പൊ ഇന്ത്യൻസിന് തന്നെയായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 16 ഉണ്ട്, 19, 29, 30. ഈ 5 ആർട്ടിക്കിൾസ് ആണ് പ്രധാനമായിട്ടും ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം കിട്ടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 21 ഞാൻ ആ പറഞ്ഞ ലിസ്റ്റിനകത്തില്ല. ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി നമുക്ക് ഇന്ത്യൻസിന് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ വിദേശികൾക്കും വേണമെങ്കിൽ അവൈൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഈ പ്രൊവിഷൻസ് അവൈലബിൾ ആയി കിട്ടുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഫോറിനേഴ്സിന് കിട്ടാൻ സാധിക്കാത്ത ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അപ്പൊ ഈ 30 ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ ഇവിടെ ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കേസ് വരുന്നു. അത് പണ്ട് കാലങ്ങളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒരു മൈനോറിറ്റി റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടെന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നമുക്ക് 50% വരെ റിസർവേഷൻസ് ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് റിസർവ് ചെയ്ത് വെക്കുന്നതിൽ പോലും തെറ്റുകളില്ല. അങ്ങനെ രീതിയിലായിരുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് 1967 ഇതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് എസ് അസീസ് ബാഷ വേഴ്സസ് യൂണിയൻ കേസിലാണ് അന്ന് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധി എഴുതി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒരു മൈനോറിറ്റി റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അങ്ങനെ പറയാനായിട്ട് സുപ്രീം കോടതിക്ക് കാരണമായത് വേറൊന്നുമല്ല, സുപ്രീം കോടതി കണ്ടെത്തൽ പ്രകാരം ഈ യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം മൈനോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, പകരം പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് 1920 പ്രകാരമാണ് ഇത് രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഇൻസ്റ്റിറ്റ്യൂഷന് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ പദവി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള സുപ്രീം കോടതി വിധി എഴുതി. ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്, ഈ വിധിയെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട്, ഓവർ റൂൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 1981 പാർലമെന്റ് ഇടപെട്ട് നമ്മുടെ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920 അത് certain അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു, ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ മാറ്റത്തിലൂടെ ഇപ്പൊ പറഞ്ഞ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി കൾച്ചറലും എഡ്യൂക്കേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്നുള്ളൊരു പ്രൊവിഷൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കയറ്റി. പക്ഷെ ആഡ് ചെയ്ത കാര്യവും അതിന്റെ മാറ്റങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അലഹാബാദ് ഹൈക്കോടതി 2006 ഈ പറഞ്ഞ പോലെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളയുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അങ്ങനെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞപ്പോഴേക്ക് ഓൾറെഡി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 50% റിസർവ് ചെയ്ത് നോക്കാൻ പറ്റും. അതെല്ലാം ഈ പറഞ്ഞ പോലെ അലഹാബാദ് ഹൈക്കോടതി എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിനെ പിന്നീട് സുപ്രീം കോടതിയിൽ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് പോയി. ആ ചോദ്യം ചെയ്തത് കേസിൽ ഫയൽ എടുത്തത് 2019 ഫയൽ ചെയ്തു. അന്ന് ഒരു 7 അംഗ ജഡ്ജ് ബെഞ്ചിലേക്ക് അത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ജഡ്ജ് ബെഞ്ചിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ന് റിട്ടയർ ആയി പോയ DY ചന്ദ്രചൂഡ്, മുൻ ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നുള്ള കാര്യം നോക്കാം. അങ്ങനെ അദ്ദേഹം ഇറങ്ങി ആ റിട്ടയർ ആകുന്നതിന് തൊട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതിന്റെ വിധി പ്രഖ്യാപിച്ചതും. അത് 4:3 എന്നുള്ള റേഷ്യോയിലാണ് വിധി പ്രഖ്യാപിച്ചത്. 4 പേര് അനുകൂലിച്ചു, 4 പേരെ എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനുകൂലം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന 4 പേരുടെ വിധിയാണ് പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത് ഒരു വിധിയായിട്ടല്ല. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ള വിധിയല്ല അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പകരം അവിടെ വന്നത് ഒരു സർട്ടൺ റൂൾസ് അവർ ഇറക്കുക ചെയ്തത്. ആ റൂൾസ് പ്രകാരം നാളെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു റൂളാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പൊ ഈ റൂൾ പ്രകാരം അടുത്ത ദിവസങ്ങളായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പരിശോധനകൾ നടക്കും. ആ റൂൾ പാസ്സാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് കിട്ടിയതായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വാർത്തകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല. ബിക്കോസ് ഇപ്പൊ നമ്മൾ ആ ഒരു വാർത്ത വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സാം റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നീങ്ങാം. ഇതാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് സൈറ്റ്സ് 17 റീസൺസ് ടു ഡിനൈ ഓർ ക്യാൻസൽ ഫോറിൻ ഫണ്ട് രജിസ്ട്രേഷൻ ഓഫ് NGOs എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ മെയിൻലി നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെ കുറിച്ചാണ് മെയിൻലി പഠിക്കുന്നത്. FCRA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ ആക്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പകരം 1976 ഇത് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ആർട്ടിക്കിൾ വരാൻ കാരണം, ഈ ആക്ട് വരാൻ കാരണം ഇടയായ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ ഇത് ഒരു എന്താ പറയാ, ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇങ്ങനെ ഒരു ആക്ട് ഇറക്കാനായിട്ട് ഇടയാക്കിയ ഒരു കാരണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പ്രൈം മിനിസ്റ്ററിനൊക്കെ എതിരായിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെ പ്രതിഷേധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോറിൽ നിന്നുള്ള ഫണ്ട് കിട്ടിയിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്, അതിനകത്ത് ഒരു ആന്റി നാഷണൽ മൂവ്മെന്റ് ഉണ്ട് എന്നുള്ള നിലയിൽ വിലയിരുത്തിയാണ് 1976 ഇങ്ങനെ ഒരു ആക്ട് പാസ്സാകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ആക്ട് ആണെന്ന് ചോദിച്ചാൽ അതെ, ബിക്കോസ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാടധികം ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധകമാകുന്ന രീതിയിൽ, മീൻസ് പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ ഫണ്ടുകൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ NGOസിലേക്ക് വരാറുണ്ട്. ഇതിലെല്ലാം ഈ പറഞ്ഞ പോലെ ഇതിൽ കുറേയൊക്കെ നല്ലതാണ്, നല്ല ജെനുവിൻ ആയിട്ടുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. ബട്ട് കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ കള്ളപ്പണങ്ങൾ, ബ്ലാക്ക് മണിയുടെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ടും അതിനെ ഒരു പീസ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു നല്ലൊരു ഗുഡ് കോസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ഒരു ആക്ടുകളൊക്കെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നല്ലൊരു ആക്ട് വേണമെങ്കിൽ പറയാൻ പറ്റും, കുറച്ചൊക്കെ റെഗുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ ഒരു ആക്ടിനകത്ത് കുറേയധികം കൺസേൺസും ഉണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇത് 1976 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആക്ട് വന്നത്. പിന്നെ ഈ ഒരു ആക്ടിന് പ്രധാനമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് വന്നത് 2010. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നെറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ FCRA 2020 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. 2020 ഒക്കെ ഇതിനകത്ത് റൂളുകൾ മാറ്റം വരുത്തുക ചെയ്ത്, ചെറിയ ചെറിയ റൂളുകൾ പുതിയതായിട്ട് ആഡപ്പ് ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു മാറ്റം വന്നത് 2010. അത് ശേഷമുള്ള കുറച്ച് റൂളുകളൊക്കെയാണ് ഇപ്പൊ നിലവിൽ FCRA 2020 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. എന്തായാലും നമ്മൾ ലേറ്റസ്റ്റ് ഉള്ള കാര്യം വെച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നാലും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആക്ട് പാസ്സാക്കാൻ കാരണം എന്താണ്? ടു പ്രിവെന്റ് ഫോറിൻ ഓർഗനൈസേഷൻസ് ഫ്രം ഇൻഫ്ലുവൻസിംഗ് ഇലക്ടോറൽ പൊളിറ്റിക്സ്. ഇതായിരുന്നു 1976 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇത് പാസ്സാക്കാൻ കാരണം. ഇലക്ടോറൽ പൊളിറ്റിക്സ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഓർ റിലീജിയസ് ഡിസ്കഷൻസ് ഇൻ ഇന്ത്യ ഫോർ റോങ് പർപ്പസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻട്രിമിനൽ ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ സേഫ്റ്റിയും ഒരു കൺസേൺ തന്നെയാണ്. ഈ ഒരു ആക്ട് പ്രകാരം ഇവിടെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ആരാണ്? മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ്, ആഭ്യന്തര വകുപ്പാണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. ഇനി അടുത്തതാണ് ഇവിടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഡൊണേഷൻ ആണ്. ഡൊണേഷൻ ആകാം, ഡെലിവറി ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആകാം. ഈ ഗുഡ്സ് എന്ന് പറയുന്നത് മീൻസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നോട്ട് ബീങ് ആൻ ആർട്ടിക്കിൾ ഗിവൺ ടു എ പേഴ്സൺ ആസ് എ ഗിഫ്റ്റ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല അവിടെ ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിനുള്ള ആർട്ടിക്കിളും എന്തല്ല ഈ ഫോറിൻ കോൺട്രിബ്യൂഷനകത്ത് വരത്തില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും വസ്തു, ഒരു ഗുഡ്സിന്റെ ഈ പറഞ്ഞ മാർക്കറ്റ് വില 1,00,000 മുകളിൽ പോയിട്ടില്ല എങ്കിലും അത് ഈ പറഞ്ഞ രീതിയിലുള്ള ആർട്ടിക്കിൾ ആയിട്ട് മാറത്തില്ല. 1,00,000 രൂപയ്ക്ക് മുകളിൽ പോയാലൊക്കെ തന്നെ വേണമെങ്കിൽ ഇതിനെ ഈ കാര്യത്തിലുള്ള ഗുഡ്സ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. അതേപോലെ കറൻസീസ് കൊടുക്കുന്ന
കൊടുക്കുന്നതും ഫോറിൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാറും. അതുപോലെ സെക്യൂരിറ്റി ഭാഗമായിട്ടൊക്കെ തന്നെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാറിയേക്കും. ഇനി ഇത്തരത്തിൽ ഈ പറഞ്ഞ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ സിറ്റിസൺ ഓഫ് ഇന്ത്യ ലിവിംഗ് ഇൻ അനദർ കൺട്രി, അതായത് NRI കളാണെന്ന് വിചാരിച്ചു. അപ്പം വിദേശത്തൊക്കെ പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട്, സ്വന്തം വീട് ആവശ്യങ്ങൾക്കായിട്ട് അയച്ചു തരുന്ന പൈസകൾ എന്തല്ല ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്, വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്ന നല്ല അറിവ്, പ്രിലിംസിനൊക്കെ ഇതൊക്കെ ആവശ്യമായിട്ട് മാറിയേക്കാം. ദെൻ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ പേഴ്സൺ ഹാസ് എ ഡെഫിനിറ്റ് കൾച്ചറൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഓർ സോഷ്യൽ പ്രോഗ്രാം. കൾച്ചറൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഓർ സോഷ്യൽ പ്രോഗ്രാം നടത്തുന്ന വ്യക്തികൾക്ക് ഇതിലൂടെ ഫണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ദ പേഴ്സൺ മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻ FCR രജിസ്ട്രേഷൻ ഓർ പ്രയർ പെർമിഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. നേരത്തെ തന്നെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനോ പെർമിഷനോ ഒക്കെ തന്നെ നേരത്തെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിരിക്കണം. ഇവിടെ പേഴ്സൺ എന്ന് പറയുമ്പോഴേക്കും അതൊരു വ്യക്തിയാകാം, ക്യാൻ ബി ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതാണ് HUF എന്ന് പറഞ്ഞ ഷോർട്ടിൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ അസോസിയേഷൻ ആകാം, അല്ലെങ്കിൽ ഈ കമ്പനി രജിസ്റ്റേർഡ് സെക്ഷൻ 8 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആകാം. ഇത്രയും ആളുകൾക്ക് ഇതിൽ പറയുന്ന ഈ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു നിബന്ധന, ഇത് ഈ 2020 റൂളിനകത്ത് വന്ന ഒരു മാറ്റമാണ്. നമുക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും NGO, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന NGOs വിദേശ പണം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കിട്ടിയ പൈസയുടെ 20% കുറഞ്ഞ തുക മാത്രമേ അവർക്ക് അവരുടെ സ്വന്തം അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്കുള്ളൊരു തുക ആ NGOയുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. വിച്ച് മീൻസ് 80% ഫണ്ടും ആ NGO എന്ത് കാരണത്താലാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇപ്പം എന്താ പറയാ, ഓൾഡ് ഏജ് കെയറിനായിട്ടുള്ള ഒരു NGO എന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടുന്ന 100 രൂപയുടെ 20 രൂപ വേണമെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് എടുക്കാൻ സാധിക്കും, 20 രൂപ വരെ. അതിന് മുകളിലേക്കുള്ള പൈസ അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 20 രൂപ വരെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാം. ബാക്കിയുള്ള 80 രൂപ എന്തിനു ഉപയോഗിച്ചോണം, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണോ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കാരണത്തിന്. ഇപ്പം ഓൾഡ് ഏജ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ ഓൾഡ് ഏജ് കെയർ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കണം. അതാണ് ആ പോയിന്റ് ഇവിടെ പറയുന്നത്. ദെൻ അതേപോലെ തന്നെ FCR requires every person or NGO seeking to receive foreign donations to open a bank account for the receipt of foreign funds in State Bank of India's Delhi branch account. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹി ബ്രാഞ്ചിലായിരിക്കണം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ആ അക്കൗണ്ടിലൂടെ വേണം നമ്മൾ വിദേശത്ത് നിന്നൊക്കെ തന്നെ പൈസ സ്വീകരിക്കേണ്ടത് എന്നുള്ളതും ഈ 2020 റൂളിന്റെ പോയിന്റുകളാണ്. ഇതൊക്കെയാണ് ഇതിനകത്തെ കൺസേൺസ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ NGOയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും NGOയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പരമായുള്ള ഒരുപാട് ചിലവുകളുണ്ട്. അതിന് 20% ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പല NGOകളെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ ഡൽഹിയിലുള്ള ബ്രാഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നതും ഒരു പോയിന്റ് തന്നെയാണ്. ബിക്കോസ് സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളൊക്കെയുള്ള NGOസിന് അത്രയും ഈ പറഞ്ഞ അവിടെ അക്കൗണ്ട് വരുമ്പോഴേക്കും അവിടെ പോയി മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള ഓരോ കാര്യങ്ങൾക്കായിട്ട് ഡൽഹി പോകാന്നൊക്കെ പറയുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസും ഒക്കെ തന്നെ ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഇതിന്റെ കൺസേൺസ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ അതേപോലെ ഇതിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാൻ നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് പ്രകാരം നമ്മൾ NGOസിന് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. വിദേശത്ത് ഫണ്ട് മേടിക്കണമെങ്കിൽ നമ്മൾ FCR പ്രകാരം ലൈസൻസ് നേടിയിരിക്കണം. ഈ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആദ്യത്തെ 5 വർഷത്തേക്കാണ് വാലിഡിറ്റി ഉണ്ടാവുക. പിന്നെ അത് സബ്സിക്വന്റ്ലി പുതുക്കി നൽകേണ്ട ഒക്കെ തന്നെ അതിനെയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ആ പുതുക്കി നൽകേണ്ട സമയത്തൊക്കെ തന്നെ അല്ലെങ്കിൽ ഡേറ്റാസ് എന്തെങ്കിലും വാങ്ങി മീൻസ് വർഷം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൽകിയ രജിസ്ട്രേഷൻ വേണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ വൺസ് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചതിന്റെ പേരിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 3 വർഷത്തേക്ക് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്നതിന്റെ സിറ്റുവേഷനിലേക്ക് പോയേക്കാം. 3 വർഷത്തേക്ക് നമുക്ക് പിന്നെ വിദേശത്ത് ഫണ്ടും കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എപ്പം വേണമെങ്കിലും മിനിസ്ട്രിക്ക് ഒരു NGOയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റും അപ് ടു 180 ഡേയ്സ്. ഫോർ 180 ഡേയ്സ് ഇപ്പം എൻക്വയറിക്കും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ 180 ഡേയ്സ് അവരുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ കാലയളവിൽ ഇവരുടെ കയ്യിലുള്ള ഫണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്രീസ് ചെയ്ത് നിർത്താനും സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇതിന്മേൽ നമുക്ക് എന്തെങ്കിലും ഈ ഗവൺമെന്റ് ഈ നടപടികൾ മേൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എവിടെ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാം, കൺസേൺഡ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോസിബിൾ ആണ് ഇത് FCR എന്നുള്ളൊരു പോയിന്റ് മറക്കാതെ ഓർത്തിരിക്കണം. ഓക്കെ, സ്വത്രമാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് ബാന്ധവ്ഗർ ടൈഗർ റിസർവ് മധ്യപ്രദേശ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഈ 2 ദിവസം ഒക്ടോബർ 20 മുതൽ 31 വരെയുള്ള 2 ദിവസം കൊണ്ട് ഈ ബാന്ധവ്ഗർ ടൈഗർ റിസർവിൽ ഏകദേശം 10 എലഫൻസ് ആണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഓഫ് ഏകദേശം ഫംഗസ് ഇൻഫെക്റ്റഡ് കോഡോ മില്ലറ്റ് മൂലമാണ് ഒരു മരണം സംഭവിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എനിവേ ഇങ്ങനെ ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്, തീർച്ചയായിട്ടും ആ ഒരു ബാന്ധവ്ഗർ ടൈഗർ റിസർവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രസൻസ് എവിടെയാണെന്നുള്ള കാര്യം മധ്യപ്രദേശിലാണ്. ബിറ്റ്വീൻ വിന്ധ്യൻ ആൻഡ് സത്പുര റേഞ്ചസിനിടയിലാണ് ബാന്ധവ്ഗർ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യം ഒരു നാഷണൽ പാർക്ക് ആയിരുന്നു 1968. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1993 ഇത് ടൈഗർ റിസർവ് ആയി മാറിയെന്നുള്ള കാര്യം ഓർക്കാം. ഈ ഒരു ഹാബിറ്റ് വളരെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ് ആണ്. വാലീസ്, ഹിൽസ്, പ്ലെയിൻസ്, വളരെ സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. മേജർ ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ ബാന്ധവ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മേജർ
ലാൻഡ്മാർക്ക് കൂടിയാണ്. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ഈ ബാന്ധവഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദേഴ്സ് ഫോർട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദിസ് ബാന്ധവഗർ ഫോർട്ട് ഉണ്ടല്ലോ ഇതിനകത്ത് ലാൻഡ്മാർക്ക് ഏരിയ. ദിസ് ബാന്ധവഗർ ഫോർട്ട് വാസ് സെറ്റ് ടു ബി ഗിവൺ ബൈ ദ ഹിന്ദു ലോർഡ് രാമ ടു ഹിസ് ബ്രദർ ലക്ഷ്മണ. രാമൻ ലക്ഷ്മണന് നൽകി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ടു കീപ് എ വാച്ച് ഓൺ ലങ്കയെ നിരീക്ഷിക്കാനായിട്ട് ലോർഡ് രാമ ലക്ഷ്മണന് നൽകിയ ഒരു ഫോർട്ടാണ് ബാന്ധവഗർ ഫോർട്ട് എന്ന് പറയുന്നത്. അതാണ് ബാന്ധവഗർ എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ബ്രദേഴ്സ് ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അതിന് ആ ഒരു പേര് വന്നതും എന്ന് അറിയപ്പെടാറുണ്ട്. സോ ഇത്രയാണ് ആ ഒരു ബാന്ധവഗർ ടൈഗർ റിസർവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ ഷോർട്ട് ആണ്, 19 പ്രിലിംസിന്റെ ബേസിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു MCQ ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ 30യുടെ ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പറഞ്ഞ ആൻസർ ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. എല്ലാവരും അത് വായിച്ചിട്ട് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.